അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് അജ്നാസ് സുഹ്റയുടെ 14ാമത്തെ ക്ലാസ്സാണ്. ഫീലുകൾ 4 വിധമാണ്: സുലാസി മുജറദ്, സുലാസി മസീദ് ഫീഹി, റുബായി മുജറദ്, റുബായി മസീദ് ഫീഹി എന്നിങ്ങനെ 4 വിധത്തിലാണ് ഫീലുകൾ ഉള്ളത്. ഇതിൽ രണ്ടാമത്തേതാണ് സുലാസി മസീദ് ഫീഹി. അതിലെ 11ാമത്തെ ബാബാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അൽ ബാബുൽ ആദി അഷറ, 11ാമത്തെ പാഠം. ഇഫ് ഔ അല യഫ് ഔ ഇലു. ഇത് സർഫാക്കാം. ഇഫ് ഔ അല യഫ് ഔ ഇലു ഇഫ് ഇ ആലൻ ഫൗവ മുഫ് ഔ ഇലുൻ വഫു ഇല യഫ് ഔ അലു ഇഫ് ഇ ആലൻ ഫൗവ മുഫ് ഔ ഇലുൻ അലംറു മിൻഹു ഇഫ് ഔ ഇൽ വന്നഹിയു ലാ തഫ് ഔ ഇൽ. ഒന്നുകൂടെ സർഫാക്കാം. ഇഫ് ഔ അല യഫ് ഔ ഇലു ഇഫ് ഇ ആലൻ ഫൗവ മുഫ് ഔ ഇലുൻ വഫു ഇല യഫ് ഔ അലു ഇഫ് ഇ ആലൻ ഫൗവ മുഫ് ഔ അലുൻ അലംറു മിൻഹു ഇഫ് ഔ ഇൽ വന്നഹിയു ലാ തഫ് ഔ ഇൽ. ഇതിൻ്റെ ഉദാഹരണം നോക്കാം. നെഹ്വു ഈശൗശബ യൗശൗശിബു ഈശീശാബൻ ഫൗവ മുശൗശിബുൻ വൗശീശിബ യുശൗശബു ഈശീശാബൻ ഫൗവ മുശൗശിബുൻ അലംറു മിൻഹു ഈശൗശിബു വന്നഹിയു ലാ തശൗശിബ്. ഇങ്ങനെയാണ് സർഫാക്കേണ്ട വിധം. അജ്നാസിൻ്റെ രൂപമാണ് പറയുന്നത്. മാലി, മുലാരി, മസ്തർ, ഇസ്മു ഫായില്, മജ്ഹൂല്, അംറു ഒക്കെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അർത്ഥങ്ങൾ അവസാനത്തിൽ നമ്മൾ വ്യത്യാസങ്ങൾ പറയും. മാലി അശിബയാണ്. അശിബയാണ് ഇപ്പോൾ യശൗശബ ആയിരിക്കുന്നത്. 3 അക്ഷരമാണ് കൂടിയിരിക്കുന്നത്. 6 അക്ഷരമുള്ള ഫീലുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മീസാൻ്റെ ശൈലിയിൽ ചൊല്ലാൻ പറ്റും. 1-ാം ഫസിൽ ഇഫ് ഔ അല എന്നാണല്ലോ. മാലിയാണല്ലോ. മാലി മാറൂഫ് മുസ്ബത്ത്. ഇഫ് ഔ അല ഇഫ് ഔ അല ഇഫ് ഔ അലു ഇഫ് ഔ അലത്ത് ഇഫ് ഔ അലത്ത ഇഫ് ഔ അൽന ഇഫ് ഔ അലത്ത ഇഫ് ഔ അൽത്തുമാ ഇഫ് ഔ അൽത്തും ഇഫ് ഔ അൽത്തി ഇഫ് ഔ അൽത്തുമാ ഇഫ് ഔ അൽത്തുന്ന ഇഫ് ഔ അൽത്തു ഇഫ് ഔ അൽന. 1-ാം ഫസിൽ. ഇനി അതിൽ മാ കൊടുത്താൽ 2-ാം ഫസിലാകും. മാ ഇഫ് ഔ അലത്ത് ആകും. അതുപോലെ പല വിധത്തിലും ചൊല്ലാൻ പറ്റും. ഇസ്മു ഫായില്. ഇസ്മു ഫായില് മുഫ് ഔ ഇലു മുഫ് ഔ ഇലാനി മുഫ് ഔ ഇലൂന മുഫ് ഔ ഇലത്തു മുഫ് ഔ ഇലത്താനി മുഫ് ഔ ഇലാത്തുൻ. ഇസ്മു മഫ്ഊല്. എങ്ങനെ? മുഫ് ഔ അല മുഫ് ഔ അലാനി മുഫ് ഔ അലൂന മുഫ് ഔ അലത്ത് മുഫ് ഔ അലത്താനി മുഫ് ഔ അലാത്തുൻ. ഇനി അതിൻ്റെ ഉദാഹരണം ഈശൗശബ. ഇതുപോലെ തന്നെ സർഫാക്കുക. ഇനി 12ാമത്തെ ബാബ് നോക്കാം. അൽ ബാബു സാനി അഷറ, 12ാമത്തെ ബാബ്. ഇഫ് ഔവല. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇഫ് ഔ അല. ഇത് ഇഫ് ഔവല യഫ് അവ്വിലു. അതൊന്ന് സർഫാക്കാം. ഇഫ് ഔവല യഫ് അവ്വിലു ഇഫ് ആലൻ ഫൗവ മുഫ് അവ്വിലുൻ വഫൂവില ഇഫ് അവ്വലു ഇഫ് വാലൻ ഫൗവ മുഫ് അവ്വലുൻ അലംറു മിൻഹു ഇഫ് അവ്വിൽ വന്നഹിയു ലാ തഫ് അവ്വിൽ. നെഹ്വ് ഇജ്ലവ്വദ യജ്ലവ്വദു ഇജ്ലിവ്വാദൻ ഫൗവ മുജ്ലവ്വിദുൻ വജുലവ്വദ യുജ്ലവ്വിദു ഇജ്ലിവാദൻ ഫൗവ മുജ്ലവ്വദുൻ അലംറു മിൻഹു ഇജ്ലവ്വിദ് വന്നഹിയു ലാ തജ്ലവ്വിദ്. അപ്പോൾ ഇതിലൊക്കെ 6 അക്ഷരമാണുള്ളത്. ഇജ്ലവ്വദ ജലദ. മാലി ജലദയാണ്. ഒരു അലിഫ് അധികമുണ്ട്, ഒരു വാവ് അധികമുണ്ട്, ഒരു ദാലും അധികമുണ്ട്, 2 വാവുണ്ട്. ഇജ്ലവ്വദ പറയുമ്പോൾ ഒരു അലിഫും 2 വാവും അധികമാണ്. ഇൻഷാ അല്ലാഹ് ഇജ്ലവ്വദ പെട്ടെന്ന് നടന്നു പോകുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഇൻഷാ അല്ലാഹ് അർത്ഥം നമുക്ക് അവസാനം പറയാം. ഈ ചൊല്ലിയത് അജ്നാസിൻ്റെ ശൈലിയാണ്. ഇനി ഇത് മീസാനിലേക്ക് കൊണ്ടുവരണം. ഇഫ് അവ്വല അതാണല്ലോ 12ാമത്തെ ബാബ്. മാലി മാറൂഫ് നമുക്ക് സർഫാക്കിയാലോ. ഇഫ് അവ്വല ഇഫ് അവ്വല ഇഫ് അവ്വലു
ഇഫ് അവലത്ത് ഇഫ് അവലത്ത ഇഫ് അവൽന ഇഫ് അവലത്ത് ഇഫ് അവൽത്തുമാ ഇഫ് അവൽത്തും ഇഫ് അവൽത്തി ഇഫ് അവൽത്തുമാ ഇഫ് അവൽത്തുന്ന ഇഫ് അവൽത്തു ഇഫ് അവൽന. ഇനി രണ്ടാം ബസ്സിലേക്ക് ഒരു മാ കൂട്ടിയാൽ മതി. മൂന്നാം ബസ്സിൽ മജൂല് ഉപ്പ് ഉവ്വില. അതെങ്ങനെ സർഫാക്കാന്ന് നോക്കാം. ഉപ്പ് ഉവ്വില ഉപ്പ് ഉവ്വില ഉപ്പ് ഉവ്വിലു ഉപ്പ് ഉവ്വിലത്ത് ഉപ്പ് ഉവ്വിലത്ത ഉപ്പ് ഉവ്വിൽന ഉപ്പ് ഉവ്വിൽത്ത ഉപ്പ് ഉവ്വിൽത്തുമാ ഉപ്പ് ഉവ്വിൽത്തും ഉപ്പ് ഉവ്വിൽത്തി ഉപ്പ് ഉവ്വിൽത്തുമാ ഉപ്പ് ഉവ്വിൽത്തുന്ന ഉപ്പ് ഉവ്വിൽത്തു ഉപ്പ് ഉവ്വിൽന. ഇനി അതിൽ മാ കൂട്ടിയാൽ നാലാം ബസ്സിലായി. അതിൻ്റെ മുളാരിയാണെങ്കിൽ എന്തായിരിക്കും? യഫു അവ്വിൽ. അതൊന്ന് സർഫാക്കിയാലോ. യഫു അവ്വിലു യഫു അവ്വിലാനി യഫു അവ്വിലൂന തഫു അവ്വിലു തഫു അവ്വിലാനി യഫു അവ്വിൽന തഫു അവ്വിലു തഫു അവ്വിലാനി തഫു അവ്വിലൂന തഫു അവ്വിലീന തഫു അവ്വിലാനി തഫു അവ്വിൽന അഫു അവ്വിൽന ഫു അവ്വിൽ. ഇനി ഇതിൽ ലാ കൂട്ടിയാൽ മംഫിയായി. മുളാരി മഅറൂഫ് മംഫി. ലാ യഫു അവ്വിലു ലാ യഫു അവ്വിലാനി ലാ യഫു അവ്വിലൂന ലാ തഫു അവ്വിലു ലാ തഫു അവ്വിലാനി ലാ യഫു അവ്വിൽന ലാ തഫു അവ്വിലു ലാ തഫു അവ്വിലാനി ലാ തഫു അവ്വിലൂന ലാ തഫു അവ്വിലീന ലാ തഫു അവ്വിലാനി ലാ തഫു അവ്വിൽന ലാ അഫു അവ്വിലു ലാ നഫു അവ്വിൽ. ഇനി അതിൽ ലെന്ന് കടക്കാം, ലെമ്മ കടക്കാം. അങ്ങനെ ഇനി അമ്ര സർഫാക്കാം. ഇഫ് അവ്വിലു ഇഫ് അവ്വില ഇഫ് അവ്വിലു ഇഫ് അവ്വിലി ഇഫ് അവ്വില ഇഫ് അവ്വിൽന. അതുപോലെ അതിൻ്റെ ഇസ്മു ഫായിൽ എന്താ ഫാക്കിയപ്പോൾ കിട്ടിയത് എന്തായിരുന്നു? മുഫു അവ്വിൽ. മുഫു അവ്വിലു മുഫു അവ്വിലാനി മുഫു അവ്വിലൂന മുഫു അവ്വിലത്തു മുഫു അവ്വിലത്താനി മുഫു അവ്വിലാത്തുൻ. ഇനി അതിൻ്റെ ഇസ്മു മഫൂല് ചൊല്ലാൻ പറ്റും. മുഫു അവ്വിലും മുഫു അവ്വലാനി മുഫു അവ്വിലൂന മുഫു അവ്വലത്തു മുഫു അവ്വലത്താനി മുഫു അവ്വലാത്തുൻ. ഇനി ഇതിൻ്റെ ഉദാഹരണം നോക്കാം. ഇജിലവ്വദ. അതും ഒന്ന് സർഫാക്കി നോക്കാം. ഇജിലവ്വദ ഇജിലവ്വദ ഇജിലവ്വദു ഇജിലവ്വദത്ത് ഇജിലവ്വദത്ത ഇജിലവ്വദന ഇജിലവ്വദത്ത് ഇജിലവ്വദത്തുമാ ഇജിലവ്വദത്തും ഇജിലവ്വദത്തി ഇജിലവ്വദത്തുമാ ഇജിലവ്വദത്തുന്ന ഇജിലവ്വദത്തു ഇജിലവ്വദിന. മാ കൊടുത്താൽ അതിൻ്റെ മംഫിയായി. ലെമ്മ കൊടുക്കാം, ലെന്ന് കൊടുക്കാം, അമ്ര സർഫാക്കാം. എല്ലാം മേലെ പറഞ്ഞത്. ഇന്ന് 14ാമത്തെ പാഠം പൂർത്തിയാകുന്നു. 2 ബാബാണ് ഇന്ന് പഠിച്ചത്. ഇഫു അവ്വലയും ഇഫു അവ്വലയും. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.